കോഴിക്കോട് സ്വദേശിനി റസീല രാജുവിനെ അതിക്രൂരമായി പൂനെയിലെ ഇൻഫോസിസ് ഓഫീസിനകത്ത് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ സെക്യൂരിറ്റി ജീവനക്കാരനായ അസം സ്വദേശി ബാബൻ സൈക്കിയുടെ വക്കാലത്താണ് അഡ്വക്കേറ്റ് BA ആളൂർ ഏറ്റെടുത്തത്. പ്രതിയെ ശിവാജി നഗർ ജൂനിയർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആളൂർ 2 ജൂനിയർ വക്കീലന്മാർക്കൊപ്പം കോടതിയിലെത്തുകയായിരുന്നു. ബബൻ സൈക്യ നിരപരാധിയാണെന്നും ഒറ്റയ്ക്ക് ക്രൂരകൃത്യം ചെയ്യുമെന്ന് വിശ്വസിക്കാനാകില്ലെന്നും ആളൂർ പൂനെയിൽ പറഞ്ഞു. ഈ കേസിലെ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ പ്രതി ഒറ്റയ്ക്കായിരിക്കില്ല കുറ്റം ചെയ്തിരിക്കുന്നത്. മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും. വെറും ഒരു കുട്ടി തുറിച്ചു നോക്കി ഇതിനൊറ്റ കാരണം കൊണ്ട് മാത്രമല്ല ഈ കുറ്റം ചെയ്തു, ഇത്രയും അമാനുഷികമായ ഒരു കുറ്റം ചെയ്തു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ആളൂരിന്റെ കൂടി വാദം കേട്ട ശേഷം പ്രോസിക്യൂഷന്റെ ആവശ്യമനുസരിച്ച് ബാബൻ സൈക്കിയുടെ കസ്റ്റഡി ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് പൂനെ ഇൻഫോസിസിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്ന റസീല രാജുവിനെ കമ്പ്യൂട്ടർ കേബിൾ കഴുത്തിൽ ചുറ്റി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കേസിൽ പിടിയിലായ ഏകപ്രതിയാണ് ബബൻ സൈക്യ. കൂടുതൽ പേർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും വിശദമായ അന്വേഷണം വേണമെന്നും പെൺകുട്ടിയുടെ പിതാവ് രാജു ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടിയും പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അമീറുള്ളിനു വേണ്ടിയും ഹാജരായ അഭിഭാഷകൻ ആളൂർ റസീല വധക്കേസ് പ്രതിക്കായും രംഗത്തെത്തിയത്. മാതൃഭൂമി ന്യൂസ്, മുംബൈ.